എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഉടമ്പടിയിൽ വെച്ച മുഴുവൻ വിഷയങ്ങളാണ്. കർത്തൃസന്നിധിയെ പുനഃസമർപ്പണം ചെയ്യുകയാണ്. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, ഒത്തിരി പേര് വിദേശത്തേക്ക് പൈസ അടച്ചിട്ട് പോലും അവർക്ക് വിസ കിട്ടാത്തവരുണ്ട്. ലക്ഷങ്ങൾ ഇൻടേക്കിന് കൊടുത്തിട്ട് ഈ ഇൻടേക്കിന് പോകാൻ പറ്റാത്തവരുണ്ട്. വ്യത്യസ്തങ്ങളായ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. റീവാലുവേഷൻ കൊടുത്തിട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, വിവാഹ കേസിനും കോടതിയിലുമായിരിക്കുന്ന ഒരു വിവാഹത്തിൻ്റെ വിഷയങ്ങളാണ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം കേസായിരിക്കുന്നവരെ, വസ്തു ജപ്തിയിലേക്ക് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരെ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിൽക്കുന്നവര്, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവര്, നാട്ടിൽ ജയിലിൽ കിടക്കുന്നവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ സത്യാവിലേക്കെല്ലാം ഈ നിമിഷം മുഴുവൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണെന്ന് ഓർക്കണം. ഓൺലൈനിലുള്ള ഒരു പ്രത്യേക ശ്രദ്ധിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായനെ, ഈശോ എല്ലാം സാധ്യമായനെ, ഈശോയെ കർത്താവെ, ഈശോ ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോ അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കർത്താവെ സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ളവരെ, ജോലിക്ക് പോകേണ്ട കർത്താവ് വേണ്ടി കൊടുക്കേണ്ടി വരുന്നവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അടിമഴ പോലെ, വൈദ്യ അഖാരം പോലെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിത അവസ്ഥകളുടെ തടസ്സങ്ങള്, ദോഷങ്ങള്, പഠന തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, എല്ലാ സർവീസ് പ്രോബ്ലംസ് എല്ലാം യേശുവിന്റെ നാമത്തില് ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാരണങ്ങള്, ഉടമ്പടി പുതുക്കാൻ പറ്റിയിരിക്കുന്ന വിഷയങ്ങള് ദൈവികമായ ആവശ്യപ്പെടാവട്ടെ. യേശുവിന്റെ നാമത്തിലെ തടസ്സങ്ങൾ, ദുരിതങ്ങള് മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്നു. സദയം തുടരേ സുഖമായിടും എന്നുള്ളം. പാപത്തെ പേടിച്ച് കുറ്റബോധം ഉണ്ടാക്കാനല്ല, പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? അതായത് ആരാണ് ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ആരാണ്? ദൈവം കുറ്റം ആരോപിക്കാത്തവൻ. നമ്മൾ ശക്തൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അതുതന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മക്കളെ, പ്രാർത്ഥനയുടെ ഈ ഫോർമാറ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും വരണത് നമ്മുടെ ഭൗതിക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സോ കോൾഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തേക്കൊക്കെ പോകാമെന്നല്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് ആളപ്പിടി കിട്ടും. പിടിയാണ്, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഫിസിക്കൽ ഫേവേഴ്സ്, സോ കോൾഡ് ഫിസിക്കൽ
ഫിസിക്കൽ ഫേവേഴ്സ് മീൻസ് ഭൗതിക ആനുകൂല്യങ്ങൾ. ഈ ഭൗതിക ആനുകൂല്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കുറേ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് ടൈം ബീങ് നമുക്ക് പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും ഓർഡർ തമ്മാവ ആളറിയുമെന്ന് പറയും. അതാണ് സംഭവം. എന്താ കാര്യം? ചുമ്മാ ഇങ്ങനെ ഈ വാലാട്ടണമെന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഇറച്ചി കഷ്ണം കിട്ടും വിചാരിച്ചുകൊണ്ടാണ് ഈ വാലാട്ടൽ. അതുകൊണ്ടാണ് സ്തുതിക്കുകയും പ്രാർത്ഥനയൊക്കെ ഉള്ളത്. ഇറച്ചി കഷ്ണം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും തിരിഞ്ഞ് കടിക്കാൻ സാധ്യത ഉണ്ടെന്നറിയും. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇത്തരം ബുദ്ധിയില്ല. പക്ഷെ ബുദ്ധിയുടെ ആകത്തുകയാണ് ദൈവം. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ. എന്നും കൊന്നും നിങ്ങളുടെ ഭൗതികമായ ഈ കാര്യം മാത്രമാണ് ദൈവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതിക ആനുകൂല്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ മാസം ആവശ്യമുള്ള സാധനം അടുത്ത മാസം ആവശ്യമില്ല. ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ടു പോകുന്നു. കാലഹരണപ്പെടാത്ത ദൈവത്തോട് കാലഹരണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ ദൈവത്തിന് നമ്മൾ കാലഹരണപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി ഹോട്ട് പോയിൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ലോഹയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ സാധാരണഗതിയിൽ മാക്സിമം ലോഹയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ എനിക്ക് കരഞ്ഞാണ് ഈ ഉടുപ്പ് മേടിച്ചത്. 85 പട്ടം കിട്ടിയാണ്. പക്ഷേ ഉടുപ്പ് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4 വർഷം, അതിനൊന്ന് 3.5 വർഷം മുമ്പാണ് ഉടുപ്പ് വാങ്ങിക്കേണ്ടത്. 81 82 അന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എനിക്ക് ഉടുപ്പ് കിട്ടാത്തൊരു സാഹചര്യം സെമിനാരി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അതായത് സെമിനാരിയുടെ അസസ്മെൻ്റ് അനുസരിച്ച് ചില സമയത്ത് എനിക്ക് അപ്ഡേഷൻ വന്നു പോകാതെ, ചില സമയത്ത് എനിക്കൊരു ചെറുകറയുടെ നിനക്കൊരു റീജൻസി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് റീജൻസി ഒരു ടൈമിന് ആവശ്യമുണ്ടായെങ്കിലും ഒരു സെമിനാരിലെ ഫിലോസഫിയുടെ ആ കാലങ്ങളിൽ എനിക്ക് തോന്നിയായിരുന്നു ഒരു കൊല്ലം റീജൻസി എടുക്കണമെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കർത്താവിൻ്റെ ചിന്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറച്ചു കളഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള തോന്നിവാസങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. അതായത് ഒരു കൊല്ലം ലീവ് എടുത്തിട്ട് ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ ചുറ്റുക, അങ്ങനെയൊക്കെ ഒരു ആവശ്യവും ചിന്ത ആ കാലങ്ങളിലുണ്ടായിരുന്നു. അന്ന് കുറേ എഴുത്തും വായനയും കഥകളും അതുപോലെയൊക്കെ ഫിലോസഫിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലം, ചെറുപ്പത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇന്ത്യ മുഴുവനും ഡിസ്കസായിട്ട് നടന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മിഷൻ രാജ്യങ്ങളിൽ പോണ കാലങ്ങളിൽ അതാണ് എൻ്റെ മനസ്സിരുന്നത് മുഴുവനും. മിഷനിൽ പോകണം. കാര്യം അച്ഛനാകണ കാലത്തും മിഷനിൽ പോടുമ്പോൾ ഞാൻ വയറാണ് ഞാൻ സെമിനാരിൽ ചേരണത്. അന്ന് പറ്റാത്തത് കൊണ്ട് ഈ ഒരു കൊല്ലം എടുത്തിട്ട് മിഷനൊക്കെ ചുറ്റും നടന്ന് കാണണം, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ആയിട്ട് നടക്കിയിരുന്നു. പക്ഷേ എന്തോ എന്നെ പെട്ടെന്ന് ബിഷപ്പ് തന്നെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. അത് ബിഷപ്പല്ല, ഈശോ തന്നെ ബിഷപ്പിൽ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ എനിക്ക് അഭിഷേകം കിട്ടി ഉടുപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത്രയും കൊതിച്ചാണ് ഉടുപ്പ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ വല്ലപ്പോഴും വല്ല ട്രെയിൻ യാത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് വളരെ മോശം കണ്ടീഷനിലാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നെങ്കിൽ ബാത്റൂംസിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഉടുപ്പിന് മാന്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഉടുപ്പ് ഒഴിവാക്കത്തുള്ളൂ. അതായത് അല്ലാത്ത സമയത്തെല്ലാം ഉടുപ്പ് ധരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് ധരിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. കാര്യം നമുക്ക് ജനത്തെ പേടിയില്ല. എന്താ കാര്യം? നമ്മളൊരു വിശ്വാസിയുമാണ്, ഒരു വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ് എന്ന് സമൂഹം അറിയണം, എല്ലാ ജാതിക്കാരും അറിയണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. അത് ഒരു വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമാണ് ശരിക്കും. വെച്ച് കഴിഞ്ഞാൽ ആരും എവിടെ ചെന്നാലും നമ്മൾ ഇപ്പോൾ അച്ഛന്മാരുടെ മാർക്കറ്റ് റേറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും അതൊന്നും പലപ്പോഴും എന്നെ ബാധിക്കാറില്ല. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഒത്തിരി പുണ്യപ്പെട്ട അച്ഛന്മാരുടെ ഒത്തിരി ശുശ്രൂഷകളൊക്കെ വരും. അതേസമയം ചില ആൾക്കാർ ഷട്ട് ഔട്ട്സുകൾ വരും. അപ്പോൾ ആൾക്കാർ സമൂഹത്തിൽ ചിലപ്പോൾ അവരുടെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ റേറ്റിംഗ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് ധരിക്കാമെന്ന് കർത്താവിൻ്റെ സഭയുടെ ഒഫീഷ്യൽ
ശുശ്രൂഷകനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. എന്താണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സൂക്ഷ്മതകളില്ലേ, അത് നിങ്ങൾക്ക് അതായത് ഇന്ന് നിങ്ങളും ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വാസികളാണെന്നുള്ളത് കർത്തൃസന്നിധിയിൽ പുറത്ത് നിങ്ങളെ പ്രകടിപ്പിക്കണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഒന്ന് ഒളിച്ചും പാത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല. പക്ഷേ പറയാം, വിശ്വാസം അത് ഉള്ളിലല്ലേ ഇരിക്കേണ്ടത്, അവൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, അത് നടക്കത്തില്ല. അത് ഒരുതരം ഭീരുത്വമാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ, ഇപ്പോൾ 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അതാ വിഷയം. അത് വിശ്വാസം ഏറ്റുപറച്ചിലാണ്. അതിൻ്റെ തന്നെയാണ് ഈ ഡ്രസ്സിങ്ങൊക്കെ വരുന്നത്, ഡ്രസ് കോഡൊക്കെ വരുന്നത് ഒരു ഏറ്റുപറച്ചിലാണ്. കുറച്ച് ധൈര്യം കീപ്പ് ചെയ്താണ് എപ്പോഴും നല്ലത്. വിശ്വാസമാണെങ്കിൽ നീ അത് പുറത്ത് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ലോകകപ്പ് കഴിയുമ്പോൾ ഓരോരുത്തർ ഗോൾ അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ പിതാനും പുത്രനും പരിശുദ്ധാത്മാവുകൊണ്ട് നടക്കുന്നത്? അതായത് 10 മെത്രാന്മാർ വിചാരിച്ച നടക്കാത്ത സംഭവമാണ് ഒരു ഫുട്ബോൾ പ്ലെയറെ കൊണ്ട് നടക്കുന്നത്. അതാണ് വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. അതാണ് എൻ്റെ വിഷയം എന്നത്. അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ. അപ്പം മനുഷ്യരുടെ മുമ്പിൽ എന്തിനുള്ളതാണ്? ഏറ്റു പറയാനുള്ളതാണ്. ഈ ഉടമ്പടി കത്താൻ കാര്യം എന്താണ്? ഇത്രയും പെട്ടെന്ന് ഉടമ്പടി ദൈവം തരുമ്പോഴും എനിക്കറിയത്തില്ല ഇത് ഇത്രയും വല്ലാത്ത രീതിയിൽ ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. ഇപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പ്രസൻസ് എത്ര കാലം മുതൽ ദൈവം അഷ്വർ ചെയ്ത സംഭവമാണ് പ്രസൻസ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞെങ്കിലും ഉടമ്പടിയിലല്ലേ ആൾക്കാർ അനുഭവസാക്ഷ്യം പറയണത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ. അതെന്തുകൊണ്ടാണ്? മറ്റേത് പ്രാർത്ഥനാ രൂപങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം വെന്റിലേറ്ററായാലും അതുപോലെ തന്നെ ബോധമില്ലാഞ്ഞ് കിടക്കുന്ന സമയത്തായാലും ശരി, ഇനി കോടതിയിലായാലും ജയിലിലായാലും എല്ലായിടത്തും അമ്മയുടെ സാന്നിധ്യം കണ്ടു. അമ്മ അതുപോലെ എനിക്ക് പ്രത്യക്ഷമായ പോലെയുള്ള അടയാളം കണ്ടു എന്ന് ആൾക്കാർ പറയുന്നത് സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കണം എന്താണ് എന്ന് വെച്ചാൽ, എല്ലാ ഈ ഉടമ്പടി എടുക്കുമ്പോൾ അത് ഉടമ്പടി കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ വാഗ്ദാനങ്ങളും ദൈവം പാലിക്കും. കാര്യം എന്താ? നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ ഏറ്റുപറച്ചിലും വിശ്വാസം ഏറ്റുപറച്ചിൽ. നിങ്ങളീ കൃപാസനം പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ട്രോളുകൾ ഉണ്ടായാലും ഞങ്ങൾക്കത് ഒരു സന്തോഷം, ഒരു സൗമ്യമായിട്ട് അതിനെ കാണുന്ന കാര്യം എന്താണ്? ഇത് വരുത്തി വച്ചിരിക്കുന്ന ദൈവാനുഭവം എന്ന് പറയുന്നത് ചില്ലറയല്ല. എന്താ കാര്യം? ഒന്ന്, ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ ഏറ്റു പറയേണ്ടി വരും. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന് വിശ്വാസം ഏറ്റു പറയേണ്ടി വരും. ഏറ്റു പറയുക മാത്രമല്ല, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. പ്രസംഗിക്കാൻ പറ്റാത്തവർക്കും പ്രസംഗിക്കാനുള്ളൊരു വേദിയായിട്ടാണ് സുവിശേഷ കൈമാറ്റം നടക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ അളിഞ്ഞ മോന്തയുമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ തമ്മിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസം, അതീവ സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്. അവരാണ് ബ്രാൻഡഡ് ആകണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2.5 വർഷമായിട്ട് OET എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 3 പ്രാവശ്യം എക്സാം എഴുതി.
3 പ്രാവശ്യം എഴുതിയതിൽ ഞാൻ ആദ്യത്തെ എക്സാം ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എഴുതിയത്. ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എഴുതിയ എക്സാമിന് എനിക്ക് ക്ലബിംഗ് സ്കോർ ആയിരുന്നു 2 Bയും 2 C+ ആയിരുന്നു. അതിലെനിക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ് എനിക്ക് C+ ആയത്. പിന്നെ അതിനുശേഷം ഞാൻ OET എക്സാമിന് വേണ്ടി മാത്രമായിട്ട് അവിടെ നിന്ന് വർക്ക് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു. ഞാൻ കൊല്ലത്ത് നിന്ന് ഒരു പ്രാവശ്യം ഞാൻ OET എക്സാം എഴുതിയ സമയത്ത് എനിക്ക് റീഡിങ് C ആയിപ്പോയി. എനിക്ക് വളരെ ടഫായിരുന്നു ആ എക്സാം. എന്നാൽ എനിക്ക് C ആയിപ്പോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ്, പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇതിനു മുന്നേ കൃപാസനത്തിൽ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയാം, പക്ഷേ എങ്കിലും അത് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. പിന്നീട് ഞാൻ 3ാമത് എക്സാം എഴുതിയത് ടിജൂസ് അക്കാഡമിയിൽ. അവിടെ ഞാൻ 2 മാസം നിന്ന് പഠിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ആ തവണ എക്സാം എഴുതിയപ്പോഴും എനിക്ക് 2 Bയും 2 C+ ആയിരുന്നു. റീഡിങ്ങിന് എനിക്ക് മാർക്ക് ഒരിക്കൽ പോലും കയറുന്നില്ലായിരുന്നു. എനിക്ക് Bയിലെത്തത്തില്ലായിരുന്നു. 310 320 അങ്ങനെ തന്നെയായിരുന്നു റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ തിരുവല്ലയിൽ പഠിപ്പിക്കാനായിട്ട് കയറി. അവിടെ വെച്ച് എൻ്റെ സ്റ്റുഡൻ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മാഡം ഉറപ്പായിട്ടും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അപ്പോൾ ഉറപ്പായിട്ടും മാഡത്തിന് കിട്ടും, റീഡിങ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നീട് ഇവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുമായിരുന്നു. പിന്നീട് ഞാൻ എന്നും പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും ആയിട്ടുള്ള പ്രാർത്ഥന ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ അതിനുശേഷം പാവങ്ങൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാറുണ്ട്, പിന്നെ പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ അതിന് മുന്നേ എനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ കുറച്ചു. നല്ലപോലെ പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹാളിൽ കയറുമ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് കൃപാസനത്തിലെ കാശുരൂപം എൻ്റെ കഴുത്തിൽ കൊന്തയിൽ ഇട്ടിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ് എഴുതാൻ വേണ്ടി എനിക്ക് ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര പാടായിരുന്നു റീഡിങ്. ഞാൻ 1 or 2 ചോദ്യം ഞാൻ ഉത്തരം പോലും എഴുതിയില്ല. എനിക്ക് ഇപ്രാവശ്യവും കിട്ടത്തില്ല എന്നൊരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് കിട്ടുമോ എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. പക്ഷെ ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ മാതാവേ എന്നൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. 350 ആയിരുന്നു വേണ്ടത്, എനിക്ക് 370 മാർക്ക് മാതാവ് തന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതിലും കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയ ഒരുപാട് എക്സാം ഉണ്ട്, പക്ഷേ അപ്പോഴൊന്നും എനിക്ക് തന്നിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET എക്സാം പാസ്സാവാൻ പറ്റി. അതിന് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അൻവിത, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് 2 വർഷം മുൻപേ PCOD ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മരുന്നൊന്നും എടുത്തില്ല. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ മാസം തൊട്ട് എനിക്ക് വീണ്ടും ബ്ലീഡിങ് വരാൻ തുടങ്ങി. പീരിയഡ്സ് അല്ലാതെ തന്നെ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ചെയ്തപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറി പോളിസിസ്റ്റിക്കും റൈറ്റ് ഓവറിയിൽ 7 സെൻറ്റിമീറ്ററിലൊരു സിസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പം പഠിക്കാനൊക്കെ പോകേണ്ടതുകൊണ്ട് എടുത്ത് കളയണം, അത് ഡെർമോയിഡ് സിസ്റ്റാണ്, തന്നെ ഷ്രിങ്ക് ആവില്ല എന്നും പറഞ്ഞു. വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പം പേടിയായി, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ 8 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു. അതിൽ 7 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്ത് കളയണം. പിന്നെ ഓവറി മൊത്തമായിട്ട് ചിലപ്പോൾ പോവും, 7 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എടുക്കുമ്പോൾ ഫുള്ള് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പുറത്തേത് പോളിസിസ്റ്റിക്കും ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-ാം തീയതി ഞായറാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷെ ഞാൻ വന്നത് എനിക്ക് ഉടമ്പടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചു. പക്ഷേ ആചാരങ്ങളും അങ്ങനത്തുള്ള വിശ്വാസമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഒരു വിശ്വാസത്തിലാണ്, എൻ്റെ അമ്മയുടെ വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മ എന്നെ ഉന്തിത്തള്ളി വിടുമായിരുന്നു, വന്ന് നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ വന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ എനിക്ക് നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര നടുവേദനയൊക്കെയാണ്. ഞാൻ മൊത്തത്തിൽ അസ്വസ്ഥയായിരുന്നു, എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല. ഞാൻ എൻ്റെ നിയോഗത്തിൽ ഈ കാര്യം മാത്രം ഞാൻ വെക്കുകയും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് അമ്മയോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. നിയോഗത്തിൽ ഏതോ വെക്കുകയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച MRI പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു.
അപ്പം ഈ 5 ദിവസം ഞാനാണെങ്കിൽ തൈലം യൂസ് ചെയ്യും. പിന്നെ അമ്മയോട് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമല്ല, ഞാൻ ഇങ്ങനെ പറയത്തേ ഉള്ളായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ MRI ചെയ്യാൻ പോയി. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 7 വിശ്വാസ പ്രമാണവും ഒരു എത്രേന്തോളം മാതം ചൊല്ലി. എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു കാശ് രൂപം. അമ്മ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി വന്നു. നല്ല പേടിയുണ്ടായിരുന്നു, എന്താവുമെന്ന് അറിയത്തില്ല, സർജറി ചെയ്യണോ എന്തൊന്നും അറിയത്തില്ല, നല്ല പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8 മണിക്കൂറിന് ശേഷം റിസൾട്ട് വന്നപ്പം എൻ്റെ ഓവറിയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഈ കംപ്ലീറ്റ്ലി നോർമലാണ്. അങ്ങനെ ഒന്നും എൻ്റെ ഒരു പോളിസിസ്റ്റിക് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മാറാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല, സൈസും എല്ലാം നോർമലാണ്, കംപ്ലീറ്റ്ലി ഞാൻ നോർമലാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു 1.5 മാസം എല്ലാ 1.5 മാസവും റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തണം, വെയിറ്റ് ഒന്നും എടുക്കരുത്, ഡാൻസ് ചെയ്തു, അങ്ങനെ ഫുൾ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇനി എനിക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വേദന തോന്നുവാണെങ്കിൽ മാത്രം 6 മാസത്തിൽ ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വളരെ നന്ദി. എൻ്റെ പേര് ശോഭിത ആൻ തോമസ്. ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ കൃപാസന മാതാവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാൻ 6 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റായി. എൻ്റെ ആദ്യത്തെ മോന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ 2 മാസത്തിന് ശേഷം സ്കാനിങ്ങിൽ അറിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നും അത് മിസ്കാരേജ് ആയി പോയെന്നും. അപ്പം എൻ്റെ മമ്മി ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് മമ്മി എന്നോട് കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നൊവേനകൾ സ്ഥിരമായി, കൃപാസന മാതാവിൻ്റെ നൊവേന സ്ഥിരമായി കാണുകയും ഉടമ്പടി ധ്യാനം കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു യൂട്യൂബിലിരുന്ന്. ഞാൻ ആ സമയത്ത് പൂനെയിലായിരുന്നു. അപ്പം ഓഗസ്റ്റ് 15-ാം തീയതിയാണ് എനിക്ക് മിസ്കാരേജ് ആയത്. അതിനുശേഷം ഞാൻ നൊവേന അടുപ്പിച്ച് 9 ദിവസത്തെ കൃപാസന മാതാവിൻ്റെ നൊവേന 9 ദിവസത്തെ കൂടി. അടുത്ത സെപ്റ്റംബർ 8-ന് മുന്നേ തന്നെ എൻ്റെ മാതാവേ എനിക്കൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു നൊവേനയിലൂടെ. ഞാൻ നാട്ടിൽ അവധിക്ക് വന്നത് ഡിസംബറിലാണ്. ഡിസംബർ 3-ന് തന്നെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആയിരുന്നത്. ഉടമ്പടി എടുത്തതിന് ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിനെ തരണമേ എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം മിസ്കാരേജ് ആയതിനു ശേഷം കുറച്ച് ഗ്യാപ്പായെങ്കിലേ നമുക്ക് അടുത്തത് കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസംബർ 7-ന് പോയി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് അടുത്ത ഒരു കുഞ്ഞിനെയും കൂടെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോയി. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 5th മന്തിൻ്റെ സ്കാനിങ് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞിന് വീണ്ടും ഹാർട്ടിൽ എന്തോ പ്രോബ്ലം ഉള്ളതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഒരു വൈറ്റ് സ്പോട്ട് എന്നായിരുന്നു അത് പറഞ്ഞത്. അപ്പോൾ പിന്നെയും ഞാൻ എൻ്റെ ഡിസംബറിൽ എടുത്ത ഉടമ്പടി പൂർത്തിയായി, 3 മാസത്തേത് പൂർത്തിയായി. ഇവിടെ അനോമലി സ്കാനിൻ്റെ റിപ്പോർട്ടുമായി ഞാൻ വീണ്ടും വന്നു, ഉടമ്പടി പുതുക്കി. അപ്പോൾ നിയോഗം കുഞ്ഞിന് വേണ്ടി തന്നെയായിരുന്നു. കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പവും ഉണ്ടാവരുതേ മാതാവേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിനുശേഷം എനിക്ക് ഷുഗർ, ജസ്റ്റേഷണൽ ഡയബറ്റീസും ഒത്തിരി വളരെ കൂടി എന്ന് പറഞ്ഞാൽ 260 ആയി. അപ്പം മാതാവ് മാത്രമേ എനിക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പ്രാർത്ഥനകളും മാതാവും. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം ഉടമ്പടി പത്രവുമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ രോഗികൾക്ക് ഞാനത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. തേൻ ഞാൻ കുടിക്കുമായിരുന്നു. ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. ജൂലൈ 27-ാം തീയതി കുഞ്ഞ് ജനിച്ചു. ദൈവാനുഗ്രഹത്താൽ ഷുഗർ കുഞ്ഞിന് ഒട്ടും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ, ഷുഗർ ഉണ്ടായിരുന്നിട്ട് ഒട്ടും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ സിസേറിയനായി കുഞ്ഞിനെ ജൂലൈ 27-ന് ലഭിച്ചു. അത് കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷം ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതിനാൽ ഇക്കോ ചെയ്തു. എക്കോയിലും കുഞ്ഞിൻ്റെ ഹാർട്ടിന് യാതൊരുവിധ കുഴപ്പമില്ല എന്നാണ് റിസൾട്ട് വന്നത്. ഞാൻ ഹോസ്പിറ്റലിലും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ രൂപവുമായിട്ടാണ് പോയത്.
അവിടെ തിരി കത്തിച്ച് കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് തിരി കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും നൊവേന പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. ബൈബിൾ വചനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് മന്തിൽ ഞാൻ ബൈബിൾ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. 33 പ്രാവശ്യം സർവശക്തനായ പിതാവേ ഞാൻ ചൊല്ലുമായിരുന്നു. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞിന് ഹാർട്ടിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല, ഇപ്പം മിടുക്കനായിട്ടിരിക്കുന്നു. പിന്നെ മിസ്കാരേജിന് ശേഷം ഞാൻ ഇയർ ബാലൻസിൻ്റെ പ്രശ്നത്താൽ ഒന്ന് തല ഇറങ്ങി വീണു. പിന്നെ കൂടെ എനിക്ക് തലകറക്കവും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒക്ടോബറിൽ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 22-ാം തീയതിയാണ് എനിക്ക് ലാസ്റ്റ് തലകറക്കം വന്നത്. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ തലകറക്കം ഉണ്ടായിട്ടില്ല. അതിനും മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ്റെ ഇഷ്യൂ